പോലുള്ള മഹാന്മാരുടെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് വളരെ നല്ല പരിപാടികളെ നമ്മൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ട സ്ഥലമല്ല അത്. ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആരാണെങ്കിലും ഇവിടെ വന്ന് അവർ പറയേണ്ടത് എന്താ? ഇവിടെ കൂടിയതായ മുഅ്മിനീങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് അവർക്ക് ഉപകരിക്കുന്നതായ നസീഹത്തുകൾ പറയാം. ആ നസീഹത്തുകൾ പറയുക, മഹാന്മാരാവുന്ന ഔലിയാവിനെ പരിചയപ്പെടുത്തുക. ആരാണ് വലിയ, ആരാണ് നബി, അവരെ പരിചയപ്പെടുത്തുക. ഔലിയാവിനോട് ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ്? അത് അത്ഭുതം ഉണ്ടാവുന്നത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ടത്. അമ്മൽ കുമ്മലുമിനൽ ഔലിയാഹി ഫയഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ അയ്ദിഹിം. വലിയ വലിയ ആളുകൾ അവർ മുഖേന കറാമത്ത് വെളിപെട്ടു പോയാൽ അവർക്ക് പേടിയായിരുന്നു. ഇന്നങ്ങനല്ല. ഇന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു നടക്കുകയാണ്. വലിയ ആയിട്ടല്ല, വലിയാണെന്ന് ഏതെങ്കിലും ആളുകൾ വിശ്വസിക്കൂ, തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൊതുജനങ്ങളെ. എന്നിട്ട് അവൻ്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ച് കൂടും. എന്നിട്ട് അവൻ എന്താ ചെയ്യണത്? എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്ന് ഉണ്ടായതായി കൊണ്ട് നുണപ്രചരണം നടത്തുക. എന്നിട്ട് അത് ജനങ്ങളിലേക്ക് അന്നേൽക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കുക. അത് തെറ്റാ. കറാമത്തല്ല ഒരു വലിയ അളക്കേണ്ട മാനദണ്ഡം. നമ്മളെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് പല കള്ളന്മാരും. അവരിങ്ങനെ കൂടി അവർ പല കുപ്പായും പല നിലക്കുള്ളതായ കോപ്പിരാട്ടിയൊക്കെ കാണിച്ച് ജനങ്ങളെ വശീകരിച്ച് ഭൗതികമാവുന്നതായ നിലക്ക് അവരെ ചൂഷണം ചെയ്യുന്നതായ പ്രവണതകൾ. അത് തെറ്റാണ്. അവിടെയാണ് ഇതുപോലുള്ള മഹാന്മാരാവുന്ന ഔലിയാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ഇന്ന് ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, അവർ ഇസ്തിഖാമത്തിൻ്റെ ആ പൂർണ്ണമായ രൂപം അത് ഉണ്ടാവലാണ് ഒരു വലിയാണെന്നുള്ളതിൻ്റെ അടയാളം. വലിയനെ അളക്കേണ്ടത് എങ്ങനെ? അവനുള്ള ഇസ്തിഖാമത്ത്. അവൻ ശരീഅത്തിൻ്റെ മഹാനാവുന്നതായ ഷെയ്ഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ സമുദ്രത്തിൽ കൂടി തോണിയോ കപ്പലൊന്നും ഇല്ലാതെ നടന്നു വെക്കുക, ആകാശത്തിൽ കൂടി അവൻ പറന്നു എന്ന് വെക്കുക, വഅഹ്യൽ മൗത, മരിച്ചവരെ അവൻ ഹയാത്താക്കിയെന്ന് വെക്കുക. എന്നാലും അവനെ നമ്മൾ വിശ്വസിക്കൂല. അവൻ്റെ റൂട്ട് ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയാവണം. അങ്ങനെ ശരിയായ റൂട്ടിൽ കൂടിയല്ല എന്ന് വെക്കുക. ഫലാ തത്തബിഉഹു, അവനെ പിൻപറ്റാൻ പാടില്ല. അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മജ്ദൂബികളാവുന്ന ഖൗമും ബഹാരിയിൽ അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അതില്ലാന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ആളുകളുണ്ട്. അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല. അവരോട് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു പോരാ. അതുകൊണ്ട് ഇവിടെ പിരാന്തായി നടക്കണ എല്ലാവരും ഔലിയാക്കന്മാരാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. അപ്പം നെല്ലും പതിരും അത് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കുക. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മജ്ദൂബികളാവുന്ന മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഒമിൻഹും ഖൗമും ബഹാലിൻ, അങ്ങനത്തെ ചില മഹാന്മാരാവുന്ന ഔലിയാവിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അതില്ലാതെ നമ്മൾ നിഷേധിക്കണില്ല. അവരെ നമ്മൾക്ക് പിൻപറ്റാൻ പറ്റില്ല. പിൻപറ്റാന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചായ കുടിച്ചിരുന്നു, നോമ്പിന് ഉച്ചക്ക് നല്ല ചായയാണ്. എന്നാൽ നമ്മളും അവരൊപ്പം പിൻപറ്റുകയാണ്. ചായ കുടിക്കാൻ പറ്റുമോ? നമ്മളോട് തെക്ലീഫുണ്ട്. അയാൾ തെക്ലീഫിൻ്റെ ലോകത്തല്ല ഉള്ളത്. അയാൾ ചിലപ്പോൾ നിസ്കരിച്ചില്ല എന്ന് വരും. ഇങ്ങനത്തോൻ്റെ ഒപ്പം പിൻപറ്റാൻ പറ്റൂല. പക്ഷേ അയാൾ സ്വന്തം നിൽക്കാൻ നല്ലവനാവാം, അത് ശരിയാണ്. എന്നാലും പിൻപറ്റാൻ പാടില്ല. പിൻപറ്റേണ്ടത് ആരവിടെ? ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നതായ ആളുകളോട് മാത്രമേ. അവനാണ് യഥാർത്ഥത്തിൽ വലിയ. അങ്ങനെ ഇസ്തിഖാമത്തുള്ളവനാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരു വലിയനെ അളക്കേണ്ട മാനദണ്ഡം അവനിൽ ഇസ്തിഖാമത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇസ്തിഖാമത്തുണ്ടെങ്കിൽ അവർ വലിയ വലിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അവർ കറാമത്ത് പറഞ്ഞു നടക്കൂല. ഇന്ത്യക്കുന്ന അതുണ്ടായി ഇതുണ്ടായി, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉള്ളവരുണ്ടല്ലോ മൂപ്പരേക്കുന്ന അതുണ്ടായി ഇതുണ്ടായി. അപ്പോൾ പലതും പറഞ്ഞു നടക്കുമ്പോൾ സുനാമി വന്നതിൻ്റെ ശേഷം പലരും പറഞ്ഞു സുനാമി വരുമെന്ന് ഞങ്ങളെ ഷെയ്ഖ് പറഞ്ഞു, ഞങ്ങൾ വലിയ പറഞ്ഞു പോകുന്നു. സുന്ന വരുന്നതിന് മുമ്പ് പറഞ്ഞു വിടുന്ന അവർക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പറയാം. മുമ്പ് അയാൾ അങ്ങനെ പലതും പറയാം. കുട്ടി പ്രസവിച്ചതിന് ശേഷം അത് പെൺകുട്ടിയാണെന്ന് മുമ്പേൻ്റെ മൂപ്പര് പറഞ്ഞിരിക്കണം. അങ്ങനെ പലതും പറയാൻ കഴിയും. അങ്ങനെ ചില കള്ളത്തെരിയൊക്കെ തുവായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അതില്ലാന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതം പറയാന്നുള്ളതോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഗൈബ് അത് മാധ്യമങ്ങളെ കൊണ്ട് മാധ്യമാവുന്നതായ സംഗതികളെ കൊണ്ട് ഒരാൾക്കും ഇൽമുൽ ഗൈബിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് ഇലാഹിയായ പ്രത്യേകമാവുന്നതായ ഒരു അറിവ് മാത്രമാണ്. അതിനുള്ള പ്രത്യേകമാവുന്ന ഇലാഹിയായ മാധ്യമങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപയോഗിച്ചുകൊണ്ടാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ വരാൻ പോകുന്നതും കഴിഞ്ഞതുമാവുന്ന കാര്യങ്ങളൊക്കെ പറയണത്. അങ്ങനെ ഒരു അത്ഭുതം ഒരാളിൽ നിന്ന് ഉണ്ടായി തീർന്നാൽ ആ അത്ഭുതം ഉണ്ടായത് കൊണ്ടിട്ട് അയാൾ വലിയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല. വലിയാണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? അവരിൽ ഇസ്തിഖാമത്തുണ്ടോ? ആ അത്ഭുതങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം.
അധികരിച്ച അത്ഭുതങ്ങൾ ഒരാളിൽ നിന്നുണ്ടായി നോക്കാം, എന്നാൽ അതിനേക്കാൾ വലിയവരുണ്ടാവും, തീരെ അത്ഭുതങ്ങൾ ഇല്ലാത്തവർ. അവർ ഈ അധികരിച്ച അത്ഭുതങ്ങളുള്ളവരേക്കാൾ വലിയ ഔലിയാക്കന്മാരായിരിക്കും. അപ്പം അതൊക്കെ വളരെ വിശാലമായ ഒരു വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അവിടെ മദീനത്തുള്ള എല്ലാ ഖബറുകളും റസൂലുള്ളാഹി എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉഹദ് ശുഹദാഇന്റെ ഖബറുകൾ എപ്പോഴും റസൂലുള്ളാഹി സിയാറത്ത് ചെയ്യാറുണ്ട്. അത് ദിവസത്തിൽ സിയാറത്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ആഴ്ചയിൽ സിയാറത്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ മാസത്തിലൊരിക്കൽ ആ സിയാറത്ത് അങ്ങനെ സിയാറത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സിയാറത്തിൻ്റെ ഒക്കെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷത്തിലൊരിക്കലും ഒരു പ്രത്യേക സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ആ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സഹാബിയാത്തും സഹാബികളൊക്കെ കൂടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക സിയാറത്ത്. അതാണ് ആ സിയാറത്തിനെ സംബന്ധിച്ച് ഞാൻ വിശേഷിപ്പിച്ചത് സിയാറത്തുൽ ഉളുമാൻ, ഒരു വലിയ സിയാറത്ത്. അത് വർഷത്തിലൊരിക്കൽ എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നു എന്നാണ്. കദാലിക ഫഅലഹു അബൂബക്കറിൻ ഉമർ ഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അങ്ങനെ വർഷത്തിലൊരിക്കലും ഒരു പ്രത്യേക സിയാറത്ത് എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചെയ്തു, ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്തു. അപ്പോൾ വർഷത്തിലൊരിക്കലുള്ള സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ്. അതോടൊപ്പം ആ സിയാറത്തിൻ്റെ സ്വഭാവം എങ്ങനെയാവണം അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു. അതെന്താ? ഇവിടെ നമ്മൾ സുന്നികൾ സിയാറത്ത് ചെയ്യണത് പോലെ ആദ്യം അൽ ഫാത്തിഹ പറയുക, പിന്നെ അവിടെ ഓതേണ്ടതായ സൂറകളൊക്കെ ഓതുക, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. ഇപ്പം നമ്മളിവിടെ വന്ന് സിയാറത്ത് ചെയ്തല്ലോ, അതേമായി അങ്ങനെയാണ് ആ സിയാറത്ത് ഉണ്ടാവേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചത്. അത് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്. അത് ഒരു 8 വർഷം ഉഹദ് ശുഹദാഇനെ മറവ് ചെയ്ത് 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം, അതായത് ഉഹദ് ശുഹദാഇനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പ്രത്യേക സിയാറത്ത് നബി സംഘടിപ്പിച്ചു. ആ സിയാറത്തിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്താ? സ്വലാത്തുഹു അലൽ ജനാസത്തീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ ചെന്നു 8 വർഷം കഴിഞ്ഞതിന് ശേഷം. അതിൻ്റെ മുമ്പ് ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി, അതിൻ്റെ ശേഷം സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന സിയാറത്ത് നബി സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 8 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രത്യേക സിയാറത്തിനെ പറ്റി ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യാം. സ്വലാത്തുഹു അലൽ ജനാസത്തീൻ. ഈ വാക്കിനിക്ക് ജനാസസ്കാരത്തിലുള്ള നിസ്കാരം പോലെ നബിയോട് നിസ്കരിച്ചു എന്ന് അർത്ഥം വെക്കാൻ പറ്റൂല. കാരണം ശുഹദാഇന്റെ മേൽ നിസ്കാരം പാടില്ല എന്നുള്ളതാണ് ചില മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ അഭിപ്രായം. അപ്പം നമ്മളെ മദ്ഹബിലൊക്കെ അങ്ങനെ ഷഹീദായി കൊല ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കാരത്തിനൊക്കെ ആവശ്യമില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഷഹീദായി അങ്ങനെ ഉഖ്റവിയാവുന്ന ഷഹാദത്തും കൂടി ഉൾക്കൊള്ളുന്ന നിലക്കുള്ള ഷഹാദത്ത് ഒരാൾക്കുണ്ടായി തീർന്നാൽ അവരുടെ മേൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് മറ്റ് ചില മദ്ഹബുകളിൽ ശുഹദാഇന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കണം എന്നാണ്. മഹാനാവുന്ന ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങളെ മദ്ഹബൊക്കെ അങ്ങനെ ഷഹീദായി കൊല ചെയ്യപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കണം. അപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ ഇവിടെ റിവായത്ത് ചെയ്യണ ഹദീസിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ സ്വലാത്തുഹു അലൽ ജനാസത്തി, ജനാസന്റെ മേലിൽ നിസ്കരിക്കുന്നത് പോലുള്ള നിസ്കാരം നിസ്കരിച്ചു എന്നാണ് അതിൻ്റെ വാഹിറാവുന്ന അർത്ഥം. പക്ഷേ ജനാസസ്കാരം നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? നമ്മളെ മദ്ഹബ് പ്രകാരം അതുപോലെ മറ്റു ചില അയിമ്മത്തിൻ്റെ മദ്ഹബ് പ്രകാരവും ശുഹദാഇന്റെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല. അപ്പം നമ്മൾക്കൊന്നും മയ്യത്ത് നിസ്കാരമാണ് നബി അവിടുന്ന് ചെയ്തത് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങളെ മദ്ഹബ് പ്രകാരം ശുഹദാഇന്റെ മേലും മയ്യത്ത് നിസ്കരിക്കാം. പക്ഷേ ശുഹദാഇന്റെ മേലും എന്നല്ല, ഏതൊരുത്തൻ്റെ മേലും ഖബറിൽ ചെന്നതിൻ്റെ സമീപത്ത് എന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവരെടുത്ത് 3 ദിവസത്തിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പാടില്ല. ഒരു ഖബറിൽ ഒരാൾ ചെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ 3 ദിവസം വരെയാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ്. നമ്മളെ മദ്ഹബ് പോലെയല്ല. നമുക്ക് എപ്പോൾ ചെന്ന് ആ മയ്യത്ത് മുൻപാത്ത കാലത്തോളം നിസ്കരിക്കാം. അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് അങ്ങനെയല്ല, 3 ദിവസത്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ല.
അപ്പോൾ ശുഹദാഇന്റെ മേലിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ ചെന്ന സ്ഥലത്ത് അത് 8 വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അബൂ ഹനീഫ ഇമാം തങ്ങൾക്കും ഈ നിസ്കാരം അവിടെ മയ്യത്ത് നിസ്കാരം നബി നിസ്കരിച്ചു എന്ന് അർത്ഥം വെക്കാൻ അവർക്കും സാധ്യമല്ല. അപ്പോൾ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾക്കുള്ള ഏകകണ്ഠമായ അഭിപ്രായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിന്റെ സമീപത്ത് ചെന്നു. 8 വർഷം കഴിഞ്ഞതിന് ശേഷം സ്വലാത്തുഹു അൽ ജനാസത്തി എന്ന് പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ദുആ നബി ദുആ ചെയ്തു എന്നാണ്. അതാണ് ഇത് അയിമ്മത്തിന്റെ ഇത്തിഫാഖാണ്. ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്നല്ല, ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വരുന്നു. അപ്പൊ എല്ലാവരുടെ അഭിപ്രായവും അങ്ങനെ തന്നെ. ആ ദുആ ജനാസ നിസ്കാരത്തിലുള്ള ദുആ എങ്ങനെ? നമ്മൾ ജനാസ നിസ്കാരത്തിൽ ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ പറയും. അതന്നെയല്ലേ നമ്മൾ ഖബറിൽ ചെന്ന് പറയുന്നത്? ആദ്യം അൽ ഫാത്തിഹ പറയും. ഫാത്തിഹ പറഞ്ഞ് അതിനോടനുബന്ധിച്ചു കൊണ്ടിട്ട് ഖബറിൽ നിന്ന് ഓതാൻ പറ്റിയ സൂറകളൊക്കെ ഓതും. അപ്പൊ ജനാസ നിസ്കാരത്തിലുള്ള ദുആ പോലെ എന്ന് പറഞ്ഞാൽ ആദ്യം ഫാത്തിഹയും അതിനോട് ബന്ധപ്പെട്ട ആ സൂറത്തുകൾ, ഖബറിന്റെ അടുത്ത് ഓതൽ സുന്നത്തായ സൂറകളൊക്കെ ഓതണം. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ സ്വലാത്ത് പറയണം. ആ സ്വലാത്ത് പറയാന്ന് പറഞ്ഞാൽ സ്വലാത്തിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം എന്നാണ്. വഇൻദബു ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെയാണ് ഫുഖഹാഹ് പറഞ്ഞിട്ടുള്ളത്. അതിന് തന്നെ രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം സ്വലാത്ത് പറയല്ല. രണ്ടാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്ത് പറയാം. അപ്പൊ നോക്ക്, ആദ്യം നമ്മൾ ഫാത്തിഹ ഓതി ഖബറുകൾ ചെന്നാൽ ദുആ അങ്ങനെയല്ലേ? ആദ്യം ഫാത്തിഹ ഓതണം, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. മയ്യിത്ത് നിസ്കാരത്തിലും അങ്ങനെ തന്നെ ഫാത്തിഹ ഓതണം. അതിന്റെ ശേഷം രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം വെറും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ല പറയേണ്ടത്, അതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം അവിടെ ദുആ ചെയ്യണം. നാലാമത്തെ തക്ബീറിന്റെ ശേഷം ദുആ ചെയ്യണം. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യും. മയ്യത്ത് മഹാന്മാരാണെന്ന് വെക്കുക, എന്നാൽ അവരിൽ നിന്നുള്ളതായ ഇംദാദാത്തുകളും നമ്മൾക്ക് ഇസ്തിഫാത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ദുആകൾ നമ്മൾ ചെയ്യും. അപ്പൊ അതാണ് മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആ പോലത്തതായ ഒരു ദുആ അവിടുന്ന് ചെയ്തു. അപ്പൊ ഞാൻ മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആ പോലത്തെ ദുആന്റെ ആ സ്വഭാവത്തിലുള്ള ഒരു ദുആയാണ് ഖബറുകൾ ചെന്ന് ചെയ്യേണ്ടത്. ആ സ്വഭാവത്തിലുള്ള ദുആ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇത് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസ് കൊണ്ട് വ്യക്തമാക്കപ്പെട്ട സംഗതി. അപ്പൊ മഹാനാവുന്ന ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് സംഘടിപ്പിക്കണം. ആ വഫാത്തായ ആ മറവിട്ട് കിടക്കുന്ന വലിയ നബി അല്ലെങ്കിൽ ആ സ്വാലിഹായ മനുഷ്യൻ, അവരെ മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു വിളംബരത്തോടു കൂടിയുള്ള ഒരു സിയാറത്ത്, അതാണ് ഉറൂസ്. പ്രത്യേകമായി വിളംബരം നടത്തി കണ്ടില്ലേ? ഇത്ര ആളുകൾ ഇതല്ലാത്ത ദിവസത്തോടെ ഒരുമിച്ച് കൂടുന്നുണ്ടോ? ഈ ഉറൂസിന്റെ സമയങ്ങളിലല്ലാതെ അങ്ങനെ ഒരുമിച്ച് കൂടില്ലല്ലോ. എന്താ കാരണം? ഇത് അറിയിപ്പ് നടത്തി വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ പ്രത്യേകമാവുന്ന ഒരു സിയാറത്ത് സുന്നത്താണ്. ആ സിയാറത്താണ് ഒന്ന്. ആ സിയാറത്തോ നമ്മളിപ്പോൾ ചെയ്യുന്ന സിയാറത്തിന്റെ സ്വഭാവത്തിലുള്ള സിയാറത്താവുകയും വേണം. അത് 2 അതല്ലേ? ഈ 2 സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. മൂന്നാമത്തൊന്നെന്താ? അതിനോടനുബന്ധിച്ചുകൊണ്ട് അവരെ ഹബീബീങ്ങളാവുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകുക, അതും ഉറൂസിലുള്ള ഒന്നാണ്. നാലാമത്തെ ഒന്ന് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താക്കുക? മഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് വെച്ചുകൊണ്ടോ വയറ് നടത്തുക. അതിനിപ്പോൾ എന്താ കുഴപ്പം? അവിടുന്ന് ദുആ നടത്തുക, അതിനൊന്നൊരു കുഴപ്പമില്ല. അപ്പൊ ആ നിലക്ക് ഉറൂസിലുള്ള സംഗതികളൊക്കെ ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിന്റെ ഭാര്യമാരോ അല്ലെങ്കിൽ നബിനോട് ബന്ധപ്പെട്ട ആളുകളോ മരണപ്പെട്ട് 1 വർഷം കഴിയുമ്പോൾ നബി ആടിനെ ഒട്ടകത്തിനൊക്കെ അറുത്ത് അവരെ സ്നേഹിതകൾക്കും അവരോട് ബന്ധപ്പെട്ട ആളുകൾക്കും വിതരണം ചെയ്യുന്ന ഒരു പതിവ് നബിക്കുണ്ടായി. അതന്നെ നമ്മളിവിടെ ചെയ്യണത്. ഈ ഇവിടെ മറവിട്ട് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മദനീതാണ് അവരെ സ്നേഹിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുക. അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇതുപോലുള്ള നസീഹത്തുകളൊക്കെ നടത്തുക. അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത സംഗതിയാണ്. അപ്പോൾ ഉറൂസിൽ ഒരു അനാചാരമില്ല. പക്ഷേ ഉറൂസിന്റെ ബൗണ്ടറി ആയിക്കൊണ്ട് അനാചാരങ്ങൾ അനുവദിക്കാനും പാടുള്ളതല്ല. അത് ഉറൂസ് കമ്മിറ്റിക്ക് അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടുണ്ട്.
അപ്പോൾ ഉറൂസിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകളും പുരുഷന്മാരുമായി കൊണ്ടുള്ളതായ ഈ ഇഖ്തിലാത്ത്, ഈ കലർന്നുള്ള ഈ നടത്തം അതുണ്ടാകാൻ പാടില്ല. സ്ത്രീകൾക്ക് വേറെ സ്ഥലം, അവർക്ക് അവരെ സ്ഥലത്ത് മറച്ചു വെക്കാം, അവർക്ക് മറ അവിടെ ഉണ്ടാവണം. ആ മറൻ്റെ അപ്പുറത്താവട്ടെ സ്ത്രീകളിരിക്കണത്. ആ സ്ത്രീകൾക്ക് കടന്നു വരാൻ പ്രത്യേകമായ വഴി ഉണ്ടാക്കി കൊടുക്കുക. അതിനൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ടല്ലോ, എത്രയോ സ്ഥലങ്ങളുണ്ട്. അവർക്ക് അങ്ങനെ പിന്നിൽ കൂടി പോയി അവിടെ ആ മസാറിൽ അവർ പോയി സിയാർത്ത് ചെയ്യട്ടെ, ആണുങ്ങൾ ഇങ്ങനെയും പോയി സിയാർത്ത് ചെയ്യട്ടെ. ആ നിലക്ക് ഉറൂസ് നടത്തപ്പെടുന്ന സ്ഥലങ്ങളിൽ അനിസ്ലാമികമാവുന്ന സംഗതികൾ ഉണ്ടാവുന്നതിനെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് പ്രത്യേകമായി പറയാനുള്ളത്. ഉറൂസിൽ യാതൊരു അനാചാരവുമില്ല. അപ്പോൾ ഉറൂസ് വളരെ മുബാറക്കാവുന്ന വളരെ പുണ്യമാവുന്നതായ ഒരു സംഗതിയാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉറൂസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വന്ന ആളുകൾക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മൾ അവരൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. ഇവിടുത്തെ സ്ഥാപനങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഇതിനോട് ബന്ധപ്പെട്ട ഉസ്താദന്മാർക്കും ഒക്കെ നമുക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ധാരാളം ചൊരിഞ്ഞേറ്റ് ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. സ്വർഗ്ഗത്തിൽ മഹാന്മാരോട് കൂടെ അല്ലാഹു ഒരുമിച്ച് കൂടി തരട്ടെ. ഈ ഉറൂസിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസിനോട് തുറന്നുകൊണ്ട് നടത്തപ്പെടുന്ന എല്ലാ പ്രവൃത്തിയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.